അടുത്തതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റൻ ആണ്. വളരെ കോമൺ ആയിട്ട് കാണുന്ന പോലത്തെ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് കാണുന്ന പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ് നമുക്കവിടെ തന്നിരിക്കുന്നത്. എ ഡീലർ ബൈസ് ആൻ ഓൾഡ് കൂളർ ലിസ്റ്റഡ് അറ്റ് ₹650. അപ്പോൾ നമ്മുടെ മാർക്ക് പ്രൈസ് ആണ് 650 എന്ന് തന്നിരിക്കുന്നത്. 650 ആൻഡ് ഗെറ്റ്സ് സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 20% ആൻഡ് 10%. അപ്പോൾ ഒരു 650 റുപ്പീസിന്റെ ഒരു കൂളർ, അതിന്റെ MRP 650 MRP ഉള്ളൊരു കൂളർ, അതിന് 2 ഡബിൾ ഡിസ്കൗണ്ട് കിട്ടിയതിനു ശേഷം ആളത് പർച്ചേസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആളുടെ സെല്ലിംഗ് പ്രൈസ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആളത് എന്ത് വിലയ്ക്കാണ് വാങ്ങുന്നതെന്ന്. അപ്പോൾ ആളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 650 റുപ്പീസിന്റെ സാധനം ആദ്യമേ 20% ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ആൾക്കവിടെ എത്ര വില കുറയുന്നുണ്ടായിരിക്കും? ആൾക്കവിടെ ബാക്കി 80% വില കൊടുത്താൽ മതിയായിരിക്കും 20% വില കുറയുമ്പോൾ. ഇനി ഇതാണ് ആദ്യത്തെ ഡിസ്കൗണ്ടിന് ശേഷമുള്ള പ്രൈസ്. അതിനുശേഷം വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ വീണ്ടും 10% കുറഞ്ഞ പിന്നെ ബാക്കി എത്ര കൊടുത്താൽ മതി? ഇതിന്റെ 90% കൊടുത്താൽ മതി 10% കുറഞ്ഞു കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് കിട്ടും. സോ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യുന്നു, 2 0 ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഇനി ഒരു പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ഒരു സീറോയേ ഉള്ളൂ. പക്ഷെ നമുക്കിവിടെ കാണാം ഇവിടെ 50 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു സീറോയും ഈ പെർസെൻറ്റേജും ക്യാൻസൽ ചെയ്ത് ഇനി ഒരു സീറോ കൂടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, അപ്പോൾ നമുക്ക് ഇനി ഒരു സീറോ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ താഴെ by 10 എന്ന് വെക്കാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു 65 ഉണ്ട് ആൻഡ് ഇവിടെ ഒരു ഈവൻ നമ്പർ ഉണ്ട്. 65നെ ഡബിൾ ആക്കിയാൽ നമുക്ക് എത്ര വരും? 130 എന്ന് വരും. ഇൻറ്റു നമ്മുടെ 8നെ ഹാഫ് ആക്കിയാൽ 4. ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പെർസെൻറ്റേജിന്റെ കാൽക്കുലേഷനിൽ. ഒരു നമ്പറിനെ ഹാഫ് ആക്കുക, മറ്റേ നമ്പറിനെ ഡബിൾ ആക്കുക എന്നുള്ള കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ 65നെ നമ്മൾ ഡബിൾ ആക്കി 130 ആക്കി ആൻഡ് നമ്മൾ 8നെ ഹാഫ് ആക്കി 4 ആക്കി. ദെൻ ആ ഒരു 9 ഉണ്ടായിരുന്നു, അത് കൂടെ നമുക്ക് താഴെ ഒരു 10 ഉണ്ടായിരുന്നു. നമ്മൾ ആ 10 ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു പെർസെൻറ്റേജിനെ ഈ രീതിയിൽ നമ്മൾ ഒന്നിനെ ഡബിൾ ആക്കിയും മറ്റേനെ ഹാഫ് ആക്കിയും ചെയ്തത്. സോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കിവിടെ 13 × 4 × 9. സോ 13 × 4 × 9 എന്ന് പറയുമ്പോൾ നമുക്ക് 9 × 13 117 × 4. സോ അങ്ങനെ 117 × 4 എന്ന് പറയുമ്പോൾ നമുക്കത് ഇവിടുത്തെ ടോട്ടൽ ആ ഒരു വാല്യൂ എത്ര വരും നമുക്ക് നോക്കാം. സോ 117 × 4 എന്ന് പറയുമ്പോൾ നമുക്ക് 4 × 7 28, 1 × 4 4 ആൻഡ് ക്യാരി ഓവർ 2 ഡിഗ്രി വരുമ്പോൾ 6 ആൻഡ് ദെൻ 1 × 4 4. സോ 468 നമുക്ക് എന്തായിട്ട് കിട്ടും? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കിട്ടും. ഇനി ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ആള് ഇതിനെ വീണ്ടും സെല്ല് ചെയ്യുവാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു ഡീലറിന്റെ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്. ഇപ്പൊ അവിടുത്തെ ആ ഒരു ഇത് പർച്ചേസ് ചെയ്യുന്ന ആളുടെ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒരു പുതിയ ആംഗിൾ എടുക്കുമ്പോൾ ശരിക്കും വാങ്ങിച്ച ആൾക്ക് ഇതെന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ് 468 എന്ന് പറയുന്നത്. ഇനി ആൾ ഇതിനെ എന്ത് ചെയ്യുവാണ്? വിൽക്കുവാണ്. എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റിൽ? 20% പ്രോഫിറ്റിൽ വിൽക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ്? ആൾ എന്ത് വിലയ്ക്കാണ് അത് വിൽക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആളുടെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി, ആളിനി സെല്ല് ചെയ്യുന്ന പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഈ എഴുതിയേക്കുന്നത് ആ ആൾ പർച്ചേസ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ ഡീലർ ബൈസ് എ ഓൾഡ് കൂളർ ലിസ്റ്റഡ് അറ്റ് 650. അപ്പം കൈൻഡ് ഓഫ് നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, ഇതൊരു ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് വാങ്ങുവാണ് എന്ന് നമുക്ക് വിചാരിക്കാം, ഓക്കെ. എന്നിട്ട് ആള് ഈ പറയുന്ന ആ ഡീലർ അത് വാങ്ങിച്ചു ആളുടെ ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഇവിടെ ആ ഡീലർ അത് വിൽക്കുവാണ്. അപ്പൊ അങ്ങനെ അതുകൂടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 468ന്റെ ആ ഒരു ആർട്ടിക്കിൾ ആള് വാങ്ങിച്ചതിന് ശേഷം ആൾ അതിൽ 38 രൂപ ചെലവാക്കുന്നുണ്ട് അതിന്റെ റിപ്പയറിന് വേണ്ടി. സോ അങ്ങനെയാണെങ്കിൽ അതുകൂടി ചെയ്യുമ്പോൾ, നമ്മൾ അതുകൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് 506 എന്ന് വരും. അപ്പോൾ ആളുടെ മൊത്തം ആൾക്ക് ആ ഒരു ആർട്ടിക്കിളിന്റെ മേളിൽ ചെലവാകുന്ന എത്ര? വാങ്ങാൻ വേണ്ടി 468ഉം പിന്നെ റിപ്പയറിന് വേണ്ടി 38 റുപ്പീസ് കൂടി ചേർത്ത് മൊത്തം 506 രൂപയാണ് ആൾക്ക് അവിടെ ചെലവാകുന്നത്. അപ്പൊ അതാണ് ആളുടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആളത് വിൽക്കുമ്പോൾ നമ്മൾ ഈ 506 രൂപയുടെ സാധനം ആൾ എന്ത് ചെയ്യുകയാണ്? 120% വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 20% പ്രോഫിറ്റിൽ വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 120%ആയിരിക്കും ആൾ വിൽക്കുന്നത്. സോ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. സോ 506ന്റെ 100% എത്ര വരും? 506 തന്നെ വരും. പിന്നെ നമ്മൾ എന്തുകൂടി ചെയ്താൽ മതി? ആ 20% കൂടി എടുത്താൽ മതി. അപ്പോൾ 506ന്റെ 10% 50.6 എന്ന് വരും. സോ 20% എന്ന് പറഞ്ഞപ്പോൾ അതിന് ഡബിൾ വരും. സോ 50യുടെ ഡബിൾ 100ഉം 0.6ന്റെ ഡബിൾ 1.2ഉം. സോ അങ്ങനെയാണെങ്കിൽ രണ്ടു കൂടി എടുക്കുമ്പോഴത്തെ എത്ര വരും? 100 + 1.2 101.2 എന്ന് വരും. സോ ഇതൊന്ന് പ്ലസ് ചെയ്യുമ്പോൾ 506 + 101 എന്ന് പറയുമ്പോൾ നമുക്കത് 607 എന്ന് വരും. ദെൻ ആ 0.2 കൂടി ചേരുമ്പോൾ 607.2 എന്ന് വരും. സോ ഫൈനൽ ആൻസർ 607.2. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സോ ആ ഒരു റിപ്പയറും കൺസിഡർ ചെയ്യണം. ആ റിപ്പയർ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ആ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.